നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിഗ്രി ലെവൽ പരീക്ഷകൾ എല്ലാവരും സ്വപ്നം കാണുന്നതാണ്. ഒരു ഉയർന്ന പോസ്റ്റ് നേടുക, നല്ലൊരു സർക്കാർ ജോലിയിലെത്തുക എന്ന ലക്ഷ്യത്തോടെ 2026 വരുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഒട്ടേറെ കൂട്ടുകാരുണ്ടാകും. അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഡിഗ്രി നിലവാരത്തിലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് കേരള PSC 2026 മെയ് മാസത്തിനും ജൂലൈ മാസത്തിനും ഇടയ്ക്ക് പ്രിലിംസ് പരീക്ഷ നടത്തുമെന്ന് പറയുന്നുണ്ട്. ഈ പ്രിലിംസ് പരീക്ഷയിൽ ഒട്ടേറെ പരീക്ഷകൾ വരുന്നുണ്ട്. ഏകദേശം 20-21 പരീക്ഷകളാണ് ഈ ഒരു സിലബസിൽ ഡിഗ്രി പ്രിലിംസ് എന്ന് പറഞ്ഞിട്ട് PSC നടത്താനായിട്ട് പോകുന്നത്. അതിൽ എല്ലാവരും തയ്യാറെടുക്കുന്ന പരീക്ഷകൾ ഏതൊക്കെയാണ്, ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന പരീക്ഷകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, എക്സൈസ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻറ്റ്, അസിസ്റ്റൻറ്റ് ജയിലർ, അതുപോലുള്ള മറ്റു പരീക്ഷകൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകളുടെ ലിസ്റ്റാണ് ഞാൻ ഈ തന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്നത് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിനായിരിക്കും. കമ്പനി ബോർഡ് കോർപ്പറേഷനുകളിലേക്ക് നടത്തുന്ന കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റിനാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്നത്. പിന്നീട് ഏറ്റവും കൂടുതൽ ആൾക്കാർ തയ്യാറെടുക്കുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്. ഇനി അതുപോലെ യൂണിഫോം ജോബ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സബ് ഇൻസ്പെക്ടർ, അതുപോലെ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻറ്റ്, ഇതുപോലെ എക്സൈസ് ഇൻസ്പെക്ടർ പോലുള്ള പോസ്റ്റുകൾക്ക് തയ്യാറെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ PSC പരീക്ഷകൾക്കെല്ലാം തന്നെ എന്താണ്, ഒറ്റ ഒരു സിലബസാണ്. അതായത് നിങ്ങൾ ആദ്യം പ്രിലിമിനറി എക്സാം ക്ലിയർ ചെയ്യണം. ഡിഗ്രി ലെവൽ പ്രിലിമിനറി എന്ന് പറഞ്ഞ് 2026 മെയ് മാസത്തിനും ജൂലൈ മാസത്തിനും ഇടയ്ക്ക് ഒറ്റ സിലബസിൽ ഇതിന് വേണ്ടിയിട്ടൊരു കോമൺ പ്രിലിമിനറി എക്സാം നടത്തും. ആ പരീക്ഷ ക്വാളിഫൈ ചെയ്യുന്നവർക്കായിരിക്കും ഇതിൻ്റെ മെയിൻസ് എക്സാം എഴുതാനായിട്ട് കഴിയുന്നത്. അപ്പോൾ എന്തോരം വലിയൊരു അവസരമാണ് നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നതെന്ന് നോക്കൂ. ഒരൊറ്റ സിലബസിൽ പഠിച്ചാൽ നിങ്ങൾക്ക് എത്രത്തോളം പരീക്ഷകളാണ് ക്രാക്ക് ചെയ്യാൻ കഴിയുന്നത്. ഇത്രയും പരീക്ഷകൾ മാത്രമല്ല, നിങ്ങൾക്ക് ഏകദേശം 21ഓളം പരീക്ഷകളാണ് ഈ ഒരു സിലബസിൽ നടക്കാനായിട്ട് പോകുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ പേര് അപ്ലൈ ചെയ്തിട്ടുള്ളതും ഏറ്റവും കൂടുതൽ പേര് തയ്യാറെടുക്കുന്നതുമായിട്ടുള്ള പരീക്ഷകളുടെ ലിസ്റ്റ് മാത്രമാണ് ഞാനിപ്പോൾ തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. അങ്ങനെ ഒരു അവസരമാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഈ ഒരു അവസരം നഷ്ടപ്പെടുത്തിയാൽ ഇനി വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും ഇതുപോലെ ഒരു നല്ല അവസരത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങളുടെ പഠനം ആരംഭിക്കണം. നമുക്കിനി ഈ പരീക്ഷകളുടെ എല്ലാം നമ്മൾ ഒറ്റ സിലബസാണെന്ന് പറഞ്ഞല്ലോ, എന്താണ് ആ സിലബസിൽ വരുന്നത്, എത്രയൊക്കെയാണ് അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, ഈ കാര്യങ്ങളും കൂടി ഒന്ന് പരിശോധിക്കാം. ഇതാണ് ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. അതിൽ ജനറൽ നോളജ് വരും. അതിൽ ഹിസ്റ്ററി ചോദിക്കുന്നത് 10 മാർക്കിനാണ്. നോക്കുക, ഈ ഹിസ്റ്ററിയുടെ പ്രാധാന്യം എത്രത്തോളമാണ്. SCERT NCERT ടെക്സ്റ്റ് ബുക്കുകളെല്ലാം വായിക്കണം. ഹിസ്റ്ററി നല്ല രീതിയിൽ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ പഠിക്കുക. നിങ്ങൾ ആദ്യം ആ സിലബസ് പഠിച്ച് തീർക്കുക, അതിനുശേഷം നിങ്ങൾക്ക് ആഴത്തിൽ പഠിക്കാം. ജോഗ്രഫി 5 മാർക്കാണ് വരുന്നത്. എക്കണോമിക്സ് 5 മാർക്ക്, സിവിക്സ് 5 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്. അതുപോലെ ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ്, കലാ, കായികം, സാഹിത്യ, സംസ്കാരം, ഈ മേഖലകളിൽ നിന്നും 10 മാർക്കാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ടോപ്പിക്കുകളൊന്നും മനസ്സിലാക്കിയിരിക്കുക. ഹിസ്റ്ററി 10 മാർക്ക് ചോദിക്കും. ആർട്സ്, സ്പോർട്സ് ഭാഗത്തു നിന്നും 10 മാർക്ക്. കമ്പ്യൂട്ടറിൻ്റെ ബേസിക്സ് 5 മാർക്കിന് ചോദിക്കും. സയൻസ് ആൻഡ് ടെക്നോളജി, ഇവിടെ നമുക്ക് എന്താണ് കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ് അല്ല പഠിക്കാനുള്ളത്, സയൻസ് ആൻഡ് ടെക്നോളജിയാണ് 5 മാർക്കിന് പഠിക്കാനുള്ളത്. ഇത് പ്രിലിംസിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. ആ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിക്കുകയാണെങ്കിൽ അത് മെയിൻസിന് ഉപകാരപ്പെടുന്ന രീതിയിൽ പഠിക്കാൻ സാധിക്കും. അതുപോലെ മാത്സ് ചോദിക്കുന്നത് 20 മാർക്കിനാണ്. ഇംഗ്ലീഷ് ചോദിക്കുന്നത് 20 മാർക്കിനാണ്. നോക്കിക്കേ, മാത്സും ഇംഗ്ലീഷും നല്ല രീതിയിൽ പഠിച്ചാൽ തന്നെ അവിടെ 40 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ മലയാളം ചോദിക്കുന്നത് 10 മാർക്കിനാണ്. ഇങ്ങനെയാണ് ഈ ഒരു കോമൺ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസ് ആൻഡ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഈ ഒരു സിലബസിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രിലിംസ് കടക്കാനായിട്ട് സാധിക്കും. ഒരു 60 മാർക്ക് നിങ്ങൾക്ക് മതി. പ്രിലിംസ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടിയാലും നിങ്ങൾക്ക് റാങ്ക് ഒന്നും നിർണ്ണയിക്കുന്നില്ല, ജസ്റ്റ് ഒരു ക്വാളിഫിക്കേഷൻ ആണല്ലേ. ഒരു മാർക്ക് കട്ട് ഓഫ് നിങ്ങൾ കടക്കുകയാണെങ്കിൽ അത് കടക്കുന്ന എല്ലാവർക്കും എന്ത് ചെയ്യാം, മെയിൻസ് എഴുതാം. അപ്പോൾ ആ ഒരു മാർക്ക് നേടുക എന്നതാണ് പ്രിലിംസിൻ്റെ ലക്ഷ്യം. അപ്പോൾ നിങ്ങൾ ഈ ഒരു സിലബസിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം നല്ല നല്ല പോസ്റ്റുകളാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, SI, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, എക്സൈസ് ഇൻസ്പെക്ടർ പോലുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകൾ നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇനി ഒരു നിമിഷം പോലും പാഴാക്കാനില്ല. ഇന്നു മുതൽ നിങ്ങളുടെ പഠനം ആരംഭിച്ചു കൊള്ളുക. ഇനി നിങ്ങളുടെ മുന്നിൽ ഏകദേശം
3 മാസം അല്ലെങ്കിൽ 3.5 മാസമാണ് സമയമുള്ളത്. നിങ്ങളതിനെ ഒരു റൗണ്ട് ചെയ്തൊരു 90 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കിക്കേ. ഡെയിലി ടൈം ടേബിൾ വെച്ച് പഠിക്കുക, റിവിഷൻ നല്ല രീതിയിൽ കൊണ്ടുപോവുക, അതുപോലെ മോക്ക് എക്സാമുകൾ ചെയ്യുക. ഒരു 90 ദിവസത്തെ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെയിലി ടൈം ടേബിൾ തരാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ എത്രത്തോളം പേരുണ്ടെന്നറിഞ്ഞിട്ടായിരിക്കും നമ്മൾ ആ സ്റ്റഡി പ്ലാൻ തരുന്നത്. നിങ്ങൾക്കത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ടെലിഗ്രാം ചാനലിലൂടെ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ആ ഒരു സ്റ്റഡി പ്ലാൻ നൽകുന്നതായിരിക്കും. ഇപ്പോൾ നിലവിൽ നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത് VFA, അതുപോലെ ബെബ്കോ, LDC, സ്റ്റോർമാൻ, കമ്പനി LGS മുതലായ 10th ലെവൽ പരീക്ഷകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഒട്ടേറെ കൂട്ടുകാരുണ്ട്. നിങ്ങൾ ഡിഗ്രി ലെവൽ പ്രിലിമിനറി കടക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണ്, ഒരു ടൈം ടേബിൾ ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവരാണ്. അപ്പം ഡെയിലി ഇന്ന ടോപ്പിക്കുകൾ പഠിച്ച് തീർക്കുക എന്നൊരു ലക്ഷ്യത്തോടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പഠനം ആരംഭിച്ച് കൊള്ളുക. രാവിലെ എണീറ്റിട്ട് ഇത്ര ടോപ്പിക്കുകൾ ഞാൻ ഇന്ന് തീർക്കും. മലയാളത്തിൽ നിന്നൊരു ടോപ്പിക് എടുക്കുക, ഇംഗ്ലീഷിൽ നിന്നൊരു ടോപ്പിക് എടുക്കുക, മാത്സിൽ നിന്നൊരു ടോപ്പിക് എടുക്കുക. നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങളത് പഠിച്ച് തീർക്കുക. അല്ലാതെ നിങ്ങൾ ഇന്ന ടൈമൊന്നും വെക്കണം. നിങ്ങൾക്ക് കിട്ടുന്നത്രയും ടൈം പഠിച്ച് ഈ ടോപ്പിക്ക് തീർക്കുക എന്ന ലക്ഷ്യത്തോടെ. അല്ലാതെ വേറൊരാൾ 6 മണിക്കൂർ പഠിച്ചു, മറ്റവൻ 8 മണിക്കൂർ പഠിച്ചു, അവൾ 7 മണിക്കൂർ പഠിച്ചു, എനിക്ക് അത്രയും പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്തിരുന്നാൽ അവിടെ ഇരിക്കാനേ പറ്റൂ. ഓരോരുത്തരുടെയും സമയവും സാഹചര്യവും ഒക്കെ വ്യത്യസ്തമാണ്. നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങൾക്ക് കിട്ടുന്ന സമയം പരമാവധി പഠിക്കുക. 2 മണിക്കൂറേ കിട്ടുന്നുള്ളെങ്കിൽ ആ 2 മണിക്കൂർ നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന സമയം നിങ്ങൾ ഫലപ്രദമായിട്ട് വിനിയോഗിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാകും. അപ്പോൾ ഇനിയുള്ളൊരു 90 ദിവസം നിങ്ങൾ ഇതുപോലെ സ്റ്റഡി പ്ലാൻ വെച്ചിട്ടൊന്ന് പഠിച്ചു നോക്കുക. നിങ്ങൾക്ക് ആ സ്റ്റഡി ടൈം ടേബിൾ വേണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങളുടെ പഠനം ആരംഭിച്ചു കൊള്ളുക. ഇനി ഒരു നിമിഷം പോലും വേസ്റ്റ് ആക്കാനില്ല. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾക്കും ക്ലാസ്സുകൾക്കും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ക്ലാസ്സുകളുടെ നോട്ട്സ്, എക്സാമുകൾ, കാര്യങ്ങളെല്ലാം കിട്ടുന്നതായിരിക്കും. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം. അതിലും കൂടെ ജോയിൻ ചെയ്യുക. കൂട്ടുകാർക്കും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്